പിന്നെ ഈ അമ്മേൻ്റെയൊക്കെ ജീവൻ നിലനിർത്താൻ ഒരു പ്രധാന ഘടകം നമ്മളെ അഫ്നാസും സജീറാണ്. എന്നെ മനു ഇത് കണ്ട് വിളിച്ചപ്പം തന്നെ ഞാൻ പെട്ടെന്ന് ഗ്രൂപ്പിൽ വോയിസ് ഇട്ടില്ല. അപ്പം തന്നെ അഫ്നാസിനെയും സജീറിനെയും ഇവിടെ കിട്ടി. അവർ പോയതിലേക്ക് അപ്പം തന്നെ എടുത്തു ചാടി അമ്മേൻ്റെ അടുത്തേക്ക് പോയി അമ്മേനെ രക്ഷപ്പെടുത്തി. അപ്പോൾ തന്നെ ഫയർഫോഴ്സ് എത്തി. പിന്നെ ഫയർഫോഴ്സും കൂടി ചേർന്ന് ഏതായാലും അമ്മേനെ കരക്കി കയറ്റി. പിന്നെ ഏതായാലും ഇവരെ രണ്ടുപേരുടെ ഇടപെടൽ നമുക്ക് ഒരിക്കലും എന്താ പറയാ, ആ ഒരു അമ്മ അവിടെ ജീവിച്ചിരിക്കുന്നതിന് ഇവരെ ഈ രണ്ടുപേരുടെയും നല്ലൊരു ഇടപെടൽ ആണെന്നും കൂടി ഞാൻ ഓർമ്മപ്പെടുത്തി. നാട്ടുകൂട്ടത്തിൻ്റെ പ്രത്യേക അഭിനന്ദനം ഞാൻ അഫ്നാസിനും സജീറിനും അറിയിക്കുകയാണ്. കാരണം വിളിച്ച് ഞാൻ കൊണ്ടായപ്പോൾ തന്നെ ഒന്നും നോക്കിയില്ല, പുഴയിലേക്ക് അവർ എടുത്തു ചാടി അമ്മേൻ്റെ അടുത്തെത്തി അമ്മേനെ പിന്നെ അവിടെ പിടിച്ചു നിർത്തി ജീവൻ പിന്നെ നിലനിർത്തി. ഇല്ല, ഓൻ ഇവിടുന്ന് ചാടിയതാ. ഓൻ ഇവിടുന്നാ, ഞങ്ങളെ കമ്പനിക്കാരനാ. ആളെ സൈഡിൽ നിൽക്കണല്ലേ മതിലിന്റെ അടുത്ത്. ഒരു കൈ താഴ്ന്നതാണ്. മൂന്ന് മൂക്കിൽ കണ്ടോ? അതായത് വേണ്ടി കൈക്കിലേക്ക് റോപ്പായിട്ട് പോയാലേ ആ മുകളിലെ കടവുണ്ടല്ലോ, അല്ല മൂന്നാള് പഠിച്ച അതിൻ്റെ പിടുത്തം കിട്ടിയതും ആ സംഭവം പിടുത്തം കിട്ടിയായിരിക്കും അവിടെ അവർ വിട്ടാൽ ഞാൻ ആ കാറ്റിൽ അവർ കുടിക്കും. കാറ്റ് കവിഞ്ഞ അതിലോ പെട്ടെന്ന് വന്നു. പോലും എല്ലാ സെറ്റപ്പ് ഉണ്ടാവും. ഇല്ലല്ലേ അങ്ങനെ വരുന്നു. ഞാൻ കണ്ടോ ഈ ഭാഗത്തു നിന്ന് പറഞ്ഞാൽ പറ്റുന്നത്.